ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ നമുക്കപ്പോൾ ഉള്ളത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ ഒരുപാട് വാർത്തകൾ പത്രങ്ങളിലുമുണ്ട്. വ്യത്യസ്ത തരമായിട്ടുള്ള ഹെഡ്ലൈനുകൾ നമുക്കിന്ന് പത്രങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ ആദ്യം മലയാള മനോരമയിൽ തുടങ്ങുകയാണെങ്കിൽ സ്വകാര്യ വാതിൽ എന്നുള്ളതാണ് ഇന്ന് മലയാള മനോരമയുടെ ആദ്യത്തെ ഹെഡ്ലൈൻ. ധനസമ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ സർക്കാർ ആസ്തികൾ കൈമാറാൻ, അതായത് സ്വകാര്യവൽക്കരിക്കാനാണ് തീരുമാനമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനുകൾക്കും സ്വകാര്യ ചരക്ക് ട്രെയിനുകൾക്കും ഉൾപ്പെടെ വഴിയൊരുക്കി സർക്കാർ ആസ്തികൾ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാനുള്ള ദേശീയ ധനസമ്പാദന പദ്ധതിയുടെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ 2.0 എന്നാണ് ആ പദ്ധതിയുടെ പേര്. സ്വകാര്യ ചരക്ക് ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളും വരും. ലക്ഷ്യം 5 വർഷം കൊണ്ട് 16.72 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്, അല്ലെങ്കിൽ അത്രയും ധനം സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 26 വിമാനത്താവളങ്ങളും പദ്ധതിയിലുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് നൽകിയതുപോലെ 26 വിമാനത്താവളങ്ങൾ പല സ്വകാര്യ ഏജൻസികൾക്ക് നൽകാനും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് ഒന്നാമത്തെ പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നത്. എല്ലാ പത്രങ്ങളിലും, ഏതാണ്ട് എല്ലാ പത്രങ്ങളിലെയും ഒന്നാമത്തെ വാർത്തയോ അല്ലെങ്കിൽ ഒന്നാം പേജിൽ ഇടം പിടിച്ച മറ്റൊരു വാർത്തയാണ് മാതൃഭൂമിയിൽ ഇന്ന് ഒന്നാം പേജിലുള്ളത്. അത് ഭീകരതയ്ക്കെതിരെ പുതുനയം എന്നുള്ളതാണ്. ഭീകരതയെ നേരിടാൻ പ്രഹാർ കർമ്മ പദ്ധതി, സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി ഭീകരവാദത്തെ എതിരിടുന്നതിന് പ്രഹാർ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഭീകരവാദ വിരുദ്ധ നയത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോടൊപ്പം ഗുരുതരമാണ് സൈബർ ആക്രമണങ്ങളെന്നും വ്യക്തമാക്കി. സൈബർ ആക്രമണങ്ങൾ, ഡ്രോണുകളുടെ ഉപയോഗം, റോബോട്ടുകളുടെ ദുരുപയോഗം, ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആധുനിക ഭീഷണികൾ കൂടി നേരിടാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നയം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന കാര്യമാണ് മാതൃഭൂമിയിൽ ഇന്ന് ഒന്നാമത്തെ വാർത്തയായി കൊടുത്തിരിക്കുന്നത്. മംഗളം പത്രത്തിലേക്ക് വരുമ്പോൾ മംഗളം പത്രത്തിൽ നിന്ന് ഒന്നാമത്തെ വാർത്ത പട്ടയത്തിന് പച്ചക്കൊടി എന്നുള്ളതാണ്. ഹൈക്കോടതി സ്റ്റേ നീക്കി എന്നുള്ളതാണ്. പട്ടയ വിതരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമായി ഹൈക്കോടതി വിധി. 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിനുണ്ടായിരുന്ന സ്റ്റേ നീക്കി. 2024 മുതൽ ഉണ്ടായിരുന്ന സ്റ്റേ ആണ് ഒഴിവായത്. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പട്ടയം വിതരണം നടത്താൻ സർക്കാരിന് അനുമതി നൽകിക്കൊണ്ടുള്ള കാര്യമാണ് മംഗളം ഒന്നാം പേജിൽ ഇന്ന് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തി ഇന്ന് ഒരു വാർത്ത ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു വലിയ അപകടം, 4 മനുഷ്യരുടെ ജീവൻ നഷ്ടമായ വാർത്തയാണ്. അത് ദീപിക അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് വിശ്രമിക്കാനിരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട്ട് പഴയ കെട്ടിടം തകർന്ന് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം എന്നുള്ളതാണ്. അവർ വിശ്രമിക്കാനിരുന്നു, അതൊരു നിത്യതയിലേക്ക് പോയ സാഹചര്യമുണ്ടായി. അത്രത്തോളം ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായ കാര്യമാണ്. കെട്ടിടം തകർന്ന് വീണ് 4 പേർ മരിച്ച വാർത്ത ഇന്ന് ദീപിക ഒന്നാം പേജിൽ വാർത്തയാക്കിയിരിക്കുന്നത്. ചന്ദ്രിക പത്രത്തിലേക്ക് വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഹർജി എന്നുള്ളൊരു വാർത്തയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിവരമോഷണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സ്പാർക്ക് സോഫ്റ്റ്വെയറിലുള്ള സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് സർക്കാർ ജീവനക്കാരനായ റഷീദ് അഹമ്മദ്, അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ഹർജി നൽകിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ചന്ദ്രിക ഇന്ന് ഒന്നാം പേജിൽ വാർത്തയാക്കിയിരിക്കുന്നത്. സുപ്രഭാതത്തിൽ മറ്റൊരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: ബീഫ് BJPക്ക് കറവ പശു എന്നുള്ളതാണ് ആ വാർത്ത. ബീഫ് വ്യാപാരികളിൽ നിന്ന് ലഭിച്ചത് റെക്കോർഡ് സംഭാവന. ബീഫ് കൈവശം വെച്ചതിന് രാജ്യത്തിന് വിവിധയിടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുത്വ സംഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കെ ബീഫ് വ്യാപാരികൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് BJPക്കാണെന്ന് കണക്കുകൾ പുറത്ത്. രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായ അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ വർഷം 30 കോടി രൂപയാണ് BJPക്ക് നൽകിയത്. 2024-25 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരാണ് അല്ലാന ഗ്രൂപ്പ് എന്നാണ് സുപ്രഭാതം പത്രത്തിൽ ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സിറാജിൽ ഒരു അലേർട്ട് വാർത്തയാണ്. പ്രധാന വാർത്ത സ്ലാബ് തകർന്നവരുടെ മരണമാണെങ്കിൽ പോലും അതൊരു അലേർട്ട് വാർത്തയുണ്ട്. അത് ഇറാനിലെ ഇന്ത്യക്കാർക്ക് രാജ്യം വിടാൻ നിർദ്ദേശം എന്നുള്ളതാണ്. US ആക്രമണ ഭീഷണി നിലനിൽക്കെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് നിർദ്ദേശം. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ, വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ വാണിജ്യ വിമാനങ്ങൾ അടക്കമുള്ള ലഭ്യമായ മാർഗങ്ങളിലൂടെ ഇറാനിൽ നിന്ന് പുറത്തേക്ക് കടക്കണം എന്നാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമായി. ഇന്നത് സിറാജ് പത്രത്തിൽ ആ വാർത്ത നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് മാസ്റ്റേഡിന് മുകളിൽ, അതായത് ദേശാഭിമാനിക്ക് മുകളിൽ എഴുതിക്കൊണ്ടുള്ള ഒരു വലിയ ഫുൾ പേജ് വാർത്തയായി നൽകിയിരിക്കുന്നു. 5 ലക്ഷം വീട്, 20 ലക്ഷം പുഞ്ചിരി എന്നുള്ളതാണ്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം 5,364,000 വീട് പൂർത്തിയായി എന്ന്
5 ലക്ഷം വീടിൻ്റെ പ്രഖ്യാപനം ഇന്ന് നടക്കും എന്നതടക്കമുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ നിന്ന് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ അത് വേറൊരു രസകരമായ അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു വാർത്തയാണത്. സീതത്തോട്ടിൽ സിനിമ പഞ്ചായത്ത് കാണിക്കും എന്നുള്ളതാണ്. സീതത്തോടുകാർക്ക് ഇനി സിനിമ കാണാൻ കാടിറങ്ങേണ്ട. സിനിമാ തിയേറ്ററില്ലെന്ന നാട്ടുകാരുടെ പരാതിക്ക് പഞ്ചായത്ത് ഭരണസമിതി പരിഹാരം കണ്ടു. പുതുതായി നിർമ്മിക്കുന്ന പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി തിയേറ്റർ ഒരുക്കി. പേര് ഗാലക്സി സിനിമാസ്. ഈ മാസം 28-ന് മന്ത്രി MP രാജേഷും നടി ഭാവനയും ചേർന്ന തിയേറ്റർ ഉദ്ഘാടനം ചെയ്യും എന്നുള്ള വാർത്തയാണ്. തിയേറ്റർ ഇല്ലാത്ത 20 വർഷങ്ങൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് അവർക്ക് തിയേറ്ററിൽ പോകാനുള്ളൊരു അവസരം കിട്ടും എന്നുള്ളതാണ് ആ വാർത്ത. ഇനി ദേശാഭിമാനിയിലൊരു വാർത്ത കൂടിയുണ്ട്. അത് നടൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 9-ാം പേജിലുള്ള വാർത്ത. സുരേഷ് ഗോപി ഗുരുവായൂരിലേക്ക് വോട്ട് മാറ്റി എന്നുള്ളതാണ്. 2 വർഷത്തിനിടെ 3ാമത്തെ വോട്ട് മാറ്റം. 2 വർഷത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 3ാമതും വോട്ട് മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഗുരുവായൂരിലാണ് പുതിയ വോട്ടറായി പേര് ചേർത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്തത്. തൃശ്ശൂരിൽ വോട്ട് ചെയ്തു, തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. ഇത്തവണ ഗുരുവായൂരിലായിരിക്കും സുരേഷ് ഗോപി വോട്ട് ചെയ്യുക എന്നുള്ള വാർത്ത, ഒരു കൗതുക വാർത്ത ഇന്ന് മലയാള മനോരമയിൽ അത്തരത്തിലൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. മാതൃഭൂമി എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ട്രംപിൻ്റെ അവ്യവസ്ഥകൾ എന്ന കാര്യമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അധ്യക്ഷതയിൽ വ്യവസ്ഥയിൽ നിന്ന് അവ്യവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. തോന്നിയപാട് തീരുവകൾ ചുമത്തുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് US പിന്മാറുന്നതിനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത് കഴിഞ്ഞ മാസമാണ്. കാലാവസ്ഥ വ്യതിയാനവും സൈബർ ഭീഷണിയും അടക്കം ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് ഈ നൂറ്റാണ്ടിൽ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് US പ്രസിഡന്റിന്റെ ഈ അതിസാഹസം. വെനിസ്വേലയുടെ പരമാധികാരത്തെ ഭേദിക്കുന്നതിൽ ട്രംപ് പ്രദർശിപ്പിച്ച അതിശയകരമായ ലാഘവത്വം ലോകത്തെ ഭാവിയിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുകയെന്ന് ഇപ്പോൾ പറയാനാകില്ല. റഷ്യയുടെ യുക്രൈൻ നടപടി ഇതോടെ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. നാളെ തായ്വാൻ പിടിച്ചെടുക്കാൻ ചൈന തുനിഞ്ഞാൽ ആർക്ക് തടയാനാകും? അതായത് ലോകക്രമത്തെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ തവണയും പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മാതൃഭൂമി ഇന്ന് എഡിറ്റോറിയലാക്കിയിരിക്കുന്നത്. തെരുവ് നായ ഭീഷണിക്ക് എന്താണ് പരിഹാരം? എന്നാണ് പരിഹാരം കാണുക എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ള ഭരണകൂടം തെരുവുനായ നിയന്ത്രണത്തിന് പഴുതടച്ച സംവിധാനങ്ങൾ എത്രയും വേഗം ആരംഭിക്കേണ്ടതുണ്ട്. നിലവിലെ കേന്ദ്രങ്ങളിൽ ആവശ്യമായ ജീവനക്കാരെ വിന്യസിക്കണം. അങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ്. കോടതിയിൽ നിന്ന് തൽക്കാലം എങ്ങനെയെങ്കിലും തടിയൂരാനായി സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കുന്നതാണ് അല്ലാതെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളൊന്നും തന്നെ ഈ വിഷയത്തിൽ അധികാരികൾ സ്വീകരിക്കുന്നില്ല എന്നുകൂടി മാധ്യമം പറയുന്നുണ്ട്. അതാണ് മാധ്യമത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയൽ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനിയും പല വാർത്തകൾ പത്രങ്ങളിൽ ഇങ്ങനെ ചിതറിക്കിടപ്പുണ്ട്. അതിൽ നിന്ന് നമ്മൾ കൂട്ടിവെച്ച വാർത്തകളാണ് ഇപ്പോൾ നൽകിയതിന് വീണ്ടും സേതു.